കൊലവിളി നടത്തിയ +1 വിദ്യാർത്ഥിക്ക് സസ്പെൻഷൻ. സ്വാഭാവികം, സ്കൂളുകളിലൊക്കെ ഇങ്ങനെ സംഭവിക്കാറുണ്ട്. പക്ഷേ ഇതിലൊരു തെറ്റുണ്ടല്ലോ സാറേ, ഇതിലൊരു തെറ്റുണ്ടല്ലോ. സാധാരണ ഇപ്പോൾ ഞാനൊക്കെ പഠിച്ച സ്കൂളിൽ, അല്ലെങ്കിൽ നമ്മളെല്ലാവരും പഠിച്ച, ഈ വീഡിയോ കാണുന്ന എല്ലാവരും പഠിച്ച സ്കൂളിൽ ഒരുപാട് പ്രശ്നക്കാരുണ്ടാവും. എല്ലാവരും സൗമ്യരായിരിക്കില്ല. എല്ലാവരും അധ്യാപകർ പറഞ്ഞത് കേട്ട് ആ ബെഞ്ചിൽ കൃത്യമായിട്ട് ഇരുന്ന് ക്ലാസ് അടിച്ചു വാരി കൃത്യം സമയത്തെത്തി അങ്ങനെയുള്ള കുട്ടികളായിക്കോളുന്നില്ലല്ലോ. പല വിഭാഗക്കാരുണ്ടാവും. ഇപ്പം ഞാൻ കണ്ടത്, ഇപ്പം ഈ അടുത്തൊരു നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, കുട്ടികളുടെ ഉള്ളിൽ തീയാണെന്നാണ്. കാരണം അങ്ങനെ തന്നെയാണ്. പല സാഹചര്യത്തിൽ വരുന്നവരായിരിക്കും, പല കുടുംബങ്ങളിൽ നിന്ന് വരുന്നവരായിരിക്കും. നിങ്ങൾക്കറിയുന്നല്ലേ, എല്ലാ കുടുംബങ്ങളിലും ഒരേപോലെയുള്ള കാഴ്ചയാണോ? എല്ലാവരും എന്നും ഫിലിമിന് പോയിട്ട് അല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡ് കഴിച്ച് വളരുന്നവരാണോ? അല്ലെങ്കിൽ എല്ലാവർക്കും ഭയങ്കര ഹാപ്പിനെസ്, എന്നും ടൂറ് പോലെ, പുറത്തുനിന്ന് ഫുഡ്, ഇങ്ങനെയുള്ള ഹാപ്പിനെസ് ഒക്കെ കിട്ടിക്കണ്ടവരാണോ? അത് ഞാൻ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ പറയുന്നല്ല, ഞാൻ പറയുന്നത് ഹാപ്പിനെസ്സിൽ പെട്ട ഒരു ഫാക്ടറാണല്ലോ ഇന്നത്തെ കാലത്ത് അത്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും അങ്ങനെ കിട്ടിക്കോളുന്നില്ല. പല വിദ്യാർത്ഥികളും ഉണ്ടായിരിക്കും. അത് മനസ്സിലാക്കിയിട്ട് അവരെ ചേർത്ത് നിർത്തുകയല്ല വേണ്ടത്. അത് ചേർത്ത് നിർത്തുകയല്ല വേണ്ടത്. ഇവിടെ യഥാർത്ഥത്തിൽ ആരാണ് തെറ്റുകാർ? വിദ്യ നേടിക്കഴിഞ്ഞ അധ്യാപകരോ വിദ്യ നേടിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിയാണോ തെറ്റുകാർ? നമ്മുടെ സൊസൈറ്റി ഒന്ന് വിലയിരുത്തട്ടെ. ഇവിടെ വിദ്യാർത്ഥി ചെയ്തത് തെറ്റ് തന്നെയാണ്, 100% അതിനോട് യോജിക്കുന്നുണ്ട്. പക്ഷെ ആ തെറ്റ് തിരുത്തി കൊടുക്കലാണ് നമ്മളുടെ ഒരു ഉത്തരവാദിത്തം. അതല്ലേ വിദ്യ നേടിക്കഴിഞ്ഞെന്ന് സ്വയം വിലയിരുത്തപ്പെടുന്ന ഈ അധ്യാപകർ ചെയ്യേണ്ടത്. ഇപ്പം ഞാനിപ്പോൾ പൂർണ്ണമായിട്ട് വിദ്യ നേടിക്കഴിഞ്ഞവരല്ല. പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മളെ കണ്ടിട്ട്, അല്ലെങ്കിൽ നമ്മളെടുത്തിട്ട് രക്ഷിതാക്കൾ ഈ വിദ്യാർത്ഥികളെ വിടുമ്പോൾ അവരെ ഒന്നെങ്കിൽ രക്ഷിതാക്കൾ പറഞ്ഞതിനേക്കാളും ഒരുപക്ഷെ ഒരു വിദ്യാർത്ഥി കേൾക്കുന്നുണ്ടാവും ഒരു അധ്യാപകൻ പറഞ്ഞാലായിരിക്കും. അത് പറയുന്ന രീതിയുണ്ട്. മുടി വളർത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ സ്കൂളിൻ്റെ അച്ചടക്ക ലംഘനമായിരിക്കും മുടി വളർത്തി കോലത്തിൽ ഒരു കോലമില്ലാതെ വരുമ്പോൾ. പക്ഷെ അത് പറയുന്ന രീതിയുണ്ട്. എടാ, നിനക്ക് മുടി ഭംഗിയുണ്ട്, ശരിയാണ്, പക്ഷെ ഇങ്ങനെ ഒന്ന് വെട്ടി നോക്ക്, ഇതൊന്ന് ചുരുക്കി വെട്ടി നോക്ക്, ഒന്നും കൂടി ഭംഗിയല്ലേ. എടാ, നീ ഒന്ന് ഷർട്ട് ഒന്ന് അയൺ ചെയ്ത് നോക്കാം, ഒന്നും കൂടി നിനക്ക് ഭയങ്കര ഭംഗിയാണ് അത് ഷർട്ട് അയൺ ചെയ്ത് വരുമ്പോൾ. അല്ലെങ്കിൽ നീ എപ്പോഴൊന്ന് സ്റ്റഡി ആയിട്ട് നിന്ന് നോക്കാണ്, അല്ലെങ്കിൽ ആ ടൈ ഒന്ന് നേരൊക്കെ കെട്ടി നോക്കാം, ഒന്നും കൂടി ഭംഗിയാണെന്ന് നിന്നെ കാണാൻ. അല്ലാതെ 2 കൊടുത്തിട്ട് ടൈ എന്താ ഇങ്ങനെ വളഞ്ഞിട്ട്? ആ കുട്ടിക്ക് ആ അധ്യാപകന്റെ മേലിൽ എന്നും ഓർത്തിരിക്കാൻ പറ്റിയ ഏറ്റവും നല്ല അനുഭവം ഏതായിരിക്കും അറിയോ? അന്ന് തല്ലിയതായിരിക്കും. ഈ കുട്ടീനെ സംബന്ധിച്ചൊന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾ. ഈ കുട്ടി എന്നും ഓർത്തിരിക്കല് ആ അധ്യാപകരുടെ കാര്യമായിരിക്കും. ചിലപ്പോൾ അധ്യാപകർ അവൻ നന്നായിക്കോട്ടെ എന്ന് വിചാരിച്ച് ചെയ്തതായിരിക്കും. പക്ഷെ നമ്മളൊക്കെ കുറച്ചുകൂടി പക്വതയിൽ ചിന്തിക്കേണ്ടവരല്ലേ? നമ്മൾ വിദ്യാർത്ഥികളെ ചേർത്ത് നിർത്തേണ്ടവരല്ലേ? വിദ്യാർത്ഥികൾ പല ആളുകളുണ്ടാവും, അവരുടെ ഉള്ളിൽ പല ജാതി തീകളായിരിക്കും. നമ്മൾ ഒരിക്കലും ഇതിൻ്റെ പിന്നാമ്പുറം കണ്ടിട്ടില്ലല്ലോ. ഈ പയ്യൻ എന്തിനു വേണ്ടിയിട്ടാണ്? കാരണം ഒരു വ്യക്തിയുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറാന്നുള്ളതാണ് ഈ വീഡിയോ എടുക്കാന്ന് പറയുമ്പോൾ. അവന് വീഡിയോ എടുക്കുമ്പോൾ അവൻ ആ പക്വതയാർന്നിട്ട് തന്നെ അവൻ അതിനെതിരെ കൊലവിളി നടത്തിയത് അങ്ങനെയാണ്, സംസാരിക്കുന്നത് അങ്ങനെയാണ്. കാരണം അവൻ്റെ സ്വകാര്യതയിലേക്ക് കടന്നത് അവന് ഇഷ്ടപ്പെട്ടിട്ടില്ല. നിങ്ങളുടെ വീട്ടിലേക്ക് വന്നല്ലെങ്കിൽ നിങ്ങളുടെ ഫേസിലാക്കി ആക്കിയിട്ട് ഒരു വീഡിയോ എടുക്കട്ടെ, എന്തായിരിക്കും ഇതിൻ്റെ അവസ്ഥ? ഞാനൊരിക്കലും അധ്യാപകരെ കുറ്റം പറയുന്നതില്ല. ചിലപ്പോൾ അധ്യാപകർ ആ ഒരു സ്വാഭാവികമാണ്. കാരണം ചിലപ്പോൾ ആ ഒരു വർക്കിൻ്റെ ഇടയിൽ, അല്ലെങ്കിൽ വർക്ക് പ്രഷറിൻ്റെ ഇടയിൽ ഇത്രയും കുട്ടികളെ നമ്മൾ കൺട്രോൾ ചെയ്തിടയിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഓവർ റിയാക്ഷൻ ഉണ്ടായിരിക്കും. അപ്പം തെറ്റാരെടുത്തുന്നല്ല, നമ്മളൊന്ന് ചേർത്ത് നിർത്താൻ ശ്രമിക്കുക, ഉള്ളറിയാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഉള്ളറിയാൻ ശ്രമിക്കുക. ചിലപ്പോൾ ഫോണ് കൊണ്ടുവന്നതിൻ്റെ പേരിലാണെന്നുള്ളതാണ് അവിടുത്തെ ഒരു കേസ്. എന്തിന് കൊണ്ടുവന്നു, എന്തായിരുന്നു വിഷയം, ഒന്ന് സംസാരിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ. ഫോണ് കൊണ്ടുവരൂ, സ്കൂളിൻ്റെ ചില അച്ചടക്കത്തിൻ്റെ ഭാഗമായിട്ട് ഫോൺ കൊണ്ടുവരാം, ശരിയാണ്, കൊണ്ടുവരരുത്. സ്കൂളിൽ ഫോണ് പാടില്ല എന്ന് പറഞ്ഞാൽ ഫോണ് പാടില്ല, അത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഫോണ് കൊണ്ടുവരാൻ പാടില്ല. പക്ഷെ കൊണ്ടുവന്നത് എന്തിനാണെന്ന് ചോദിക്കേണ്ടത്. അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഒരു 2 ഇപ്പോൾ നമ്മുടെ കോടതിയൊക്കെ പറഞ്ഞിട്ടുണ്ട്, വേണമെങ്കിൽ നന്നാവാനൊക്കെ വേണമെങ്കിൽ 2 തല്ലിക്കോ, പ്രശ്നമില്ല, അച്ഛനെ വിളിച്ചു വരുത്തിക്കോ, കാര്യങ്ങൾ സംസാരിച്ചോ, അതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കേണ്ടതാണ്. കാരണം വിദ്യാർത്ഥികളെ അയച്ചു വിടേണ്ടവരല്ല. പക്ഷെ വിദ്യാർത്ഥികളെ ചേർത്ത് നിർത്തിക്കൊണ്ടാവണം. പറയുന്ന രീതിക്കനുസരിച്ചാണ്. നമ്മൾ എന്നും ഓർക്കും അങ്ങനെയുള്ള അധ്യാപകരെ. എന്നും നല്ലൊരു അധ്യാപക സമൂഹം ഉണ്ടാവട്ടെ. ഇതിലാരും തെറ്റുകാരല്ല. നല്ലൊരു സൊസൈറ്റിയെ വാർത്തെടുക്കാൻ കഴിയട്ടെ. ആ പയ്യനും നല്ലവൻ തന്നെയാണ്, അവനും നല്ലവൻ തന്നെയാണ്. അവൻ്റെ ഉള്ളിലും എവിടെയൊക്കെയോ നല്ല മനസ്സുണ്ട്. ചേർത്ത് നിർത്തിയാൽ മതി, കിട്ടും. നമ്മുടെ പയ്യൻ തന്നെയാണ്, അല്ലെങ്കിൽ നമ്മുടെ മകൻ തന്നെയാണ്. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ.